പൊങ്കലോ പൊങ്കൽ. ഇതാണ് പൊങ്കൽ. പൊങ്കൽ തമ്പി ബിരിയാണി ഇന്നും വരല. ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഏതാണ്ട് ഒരു മാസത്തിന് ശേഷമാണ് ഒരു വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അർജു വ്ളോഗ്സിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കും ഭയങ്കര സുഖം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു. സോ ബ്രേക്ക് കഴിഞ്ഞു, നമ്മളിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. സോ ചെന്നൈയിൽ എൻ്റെ റൂമിൽ നിന്നും പുറത്തേക്കുള്ളൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കാണുമ്പോൾ ചെന്നൈ ക്ലൈമറ്റ് ആണെന്ന് തന്നെ തോന്നില്ല. കാരണം ചെന്നൈ എപ്പോഴും നല്ല ചൂട് ക്ലൈമറ്റാണല്ലേ. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെയാണ്, നല്ല തണുപ്പാണ്. സമയം ഇപ്പോൾ ഏതാണ്ട് 7:15. പക്ഷെ ഇപ്പോഴും മഞ്ഞുണ്ട്. അപ്പം ഇതാണ് ബൊള്ളിനേനി അപ്പാർട്ട്മെൻറ്റ്സ്. ഇത് കിളികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തതാണ്. പക്ഷേ കിളികളൊന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് മാറ്റി ആ മരത്ത് കൊണ്ടുപോയി കെട്ടണം. അത് 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ വ്ളോഗിങ് ക്യാമൊന്നും കൊടുന്നില്ല. കാരണം ഇവിടെ വന്ന് വ്ളോഗൊന്നും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അപ്പം എന്തായാലും എല്ലാ കാര്യങ്ങളും സെറ്റായപ്പോൾ ഞാൻ പിന്നെ വ്ളോഗ് ചെയ്യാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ തൽക്കാലം ഇപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റി ചെറിയ ഒരു ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടാവാം. സോ നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്യണേ. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ വലിയൊരു ഉത്സവമാണ് പൊങ്കൽ. അപ്പോൾ നമ്മുടെ ഓഫീസിലും ചെറിയൊരു പൊങ്കൽ സെലിബ്രേഷനൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ ടീം കൂടുതൽ മെമ്പേഴ്സും തമിഴ് മെമ്പേഴ്സാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ അനുഭവമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പൊങ്കൽ ആഘോഷങ്ങൾ. പൊങ്കൽ സെലിബ്രേഷനിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നതാ. വടിവേലുവിൻ്റെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള കട. പക്ഷേ കട ക്ലോസ്ഡാണ്. രാത്രി വരാം നമുക്ക് ഇങ്ങോട്ട്. തൽക്കാലം വീട്ടിൽ കുറച്ച് ദോശമാവുണ്ട്, അതുകൊണ്ട് ദോശ ഉണ്ടാക്കി കഴിച്ച് തൃപ്തിപ്പെടാം. ഇതാണ് നമ്മൾ ഇന്നലെ വരച്ച കോലം. ഹാപ്പി പൊങ്കൽ. ഒരു സൂര്യനുണ്ട്, ഒരു കരിമ്പുണ്ട്, ഒരു കുടമുണ്ട്. ഇനി ചിലപ്പോൾ ഇതിന് അടുത്ത് ഒരു ഇവിടെയായിട്ട് ഒരു മാട്, അതായത് ഒരു പശു കൂടി വരും. என் ப்ளாகில் ஒரு ஹாய் சொல்ல முடியுமா? ஹாய் சொல்லுங்க. ஹாப்பி பொங்கல் நான் சொல்கிறேன். ഹായ് പ്രിയ, ഹാപ്പി പൊങ്കൽ. പ്രിയയാണ് കോലം പോടൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഉള്ളിലുള്ള കോലവും നല്ല പ്രിയ വെച്ചതാണ്. இல்லை தமிழும் பேசுவோம். மலையாளிகளுக்கும் வந்து கொஞ்சம் தெரியணும்ல. நான் தமிழ் தான் இதில் வந்து பேசிகிட்டு இருக்கேன். ஆமாம், ஏன்னா என்னோட மலையாளி ஆடியன்ஸ் ஹூ டசன்ட் நோ தமிழுக்கு கொஞ்சம் புரியணும்ல. അതായത് നമ്മൾ രാവിലെ കരിമ്പൊക്കെ ഇട്ടു. ബാല സാർ വന്നിരിക്കാറ്. പ്രിയ നമുക്കായിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. റോസ് പെറ്റൽസ് ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ മൺപാത്രത്തിലാണ് നമ്മൾ പൊങ്കൽ വെക്കാൻ പോകുന്നത്. பல குடம் எல்லாம் வந்து க்ளீன் பண்ணி பானை ஓகே. என் தமிழ் கொஞ்சம் மோசம், மன்னிச்சுக்கோங்க. ஹலோ, என்னோட ஒரு வீடியோ எடுக்குவீங்களா? ഇതാണ് നിന്റെ കോസ്റ്റ്യൂം. ഫിറ്റ് ചെക്ക് ഓഫ് അർജുൻ. വണക്കം, എല്ലാവർക്കും പൊങ്കൽ നൽവാഴ്ത്തുക്കൾ. അങ്ങനെ ഓഫീസിൻ്റെ എൻട്രൻസിൽ കോലം റെഡി ആയിട്ടുണ്ട്. പൊടി മാത്രമല്ല, പൂവ് ഇട്ടിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും ഗ്യാസിൽ അവർ പൊങ്കൽ വെച്ചു. പൊങ്കൽ പൊങ്ങുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് നമുക്ക് മൺപാനയിലൊക്കെ മാറ്റിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അതിന് മുന്നേ ചെറിയൊരു പൂജ ഉണ്ട്.
പൊങ്കൽ പൊങ്കലോ പൊങ്കൽ പൊങ്കലോ പൊങ്കൽ. നമ്മുടെ കയ്യിൽ മണിയില്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇതിനകത്ത് മണിയുടെ സൗണ്ട് വെച്ചേക്കുന്നത്. വാട്ട് ടെക്നോളജി. ഇതാണ് പൊങ്കൽ. പൊങ്കൽ, ചക്കര പൊങ്കൽ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ചക്കര പൊങ്കൽ എന്തായാലും നല്ല ടേസ്റ്റിയാണ്, ഓവർ മധുരവും ഇല്ല, അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കയ്യിൽ രണ്ടാമതൊരു കുടമുണ്ട്, അപ്പോൾ ആ കുടത്തിൽ പൊങ്കൽ വെച്ചിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. അപ്പം മാലതിയാണ് ഈ രുചികരമായിട്ടുള്ള പൊങ്കൽ ഉണ്ടാക്കിയത്. ആൾ ഓടി നടന്ന് പണിയെടുക്കുകയായിരുന്നു, അതുകൊണ്ട് വ്ളോഗിൽ ഹായ് പറയാൻ മറന്നുപോയി. ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഐശ്വര്യ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തു. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ചെന്നൈയിലുള്ള ടീം മെമ്പേഴ്സ്. ജയ് സാറിന് കുറച്ച് പേഴ്സണൽ അപ്പോയിൻമെൻറ്റ്സ് ഉള്ളതുകൊണ്ട് വൈകുന്നേരം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള ടീം മെമ്പേഴ്സൊക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ടാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വീഡിയോ കോളിൽ കണക്ട് ചെയ്തു ഈ പൊങ്കൽ സെലിബ്രേഷനിൽ. ഇനി കുറച്ച് ഗെയിംസ് ആയാലോ? അങ്ങനെ ആ വാശിയേറിയ കസേരക്കളി മത്സരത്തിൽ ഞാൻ പൊരുതി തോറ്റേക്കുവാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ഞാൻ തൽക്കാലം ഫുഡ് കഴിച്ച് തീർക്കാൻ പോവുകയാണ്. നല്ല ആന്ധ്ര ശാപ്പാടാണ് ഇന്ന് കഴിക്കുന്നത് നമ്മൾ. நந்தன பேலஸ்லேருந்து வாங்கியிருக்கோம். அதில் 1 serve வந்து 4 பேர் ஷேர் பண்ணியிருக்கோம். 2 serve மட்டும் அதில் மட்டும் சாப்பிட்டு ആന്ധ്ര ഭോജനം చాలా బాగుంది. അങ്ങനെ നമ്മുടെ തെലുങ്ക് പ്രേക്ഷകരും ഹാപ്പി ആയിക്കോട്ടെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിയ മാടിനെയും വരച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് കോലം കംപ്ലീറ്റ് ആയത്. അങ്ങനെ നമ്മുടെ ഓഫീസിലെ പൊങ്കൽ സെലിബ്രേഷനൊക്കെ ഏതാണ്ട് സമാപ്തിയിലേക്ക് എത്തുന്നു. ചെറിയ പരിപാടീസ് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിലിനിയിപ്പോൾ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് മാട്ടുവണ്ടിയിൽ കയറൽ, അതായത് നമ്മുടെ കാളവണ്ടി. ഞാൻ പലപ്പോഴും കാളവണ്ടി കണ്ടിട്ടുണ്ട്, റോട്ടിൽ കൂടെയൊക്കെ പോണ് കാണാറുണ്ട് എന്നല്ലാണ്ട് ഇതുവരെ കയറിയിട്ടില്ല. കുതിരവണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷേ കാളവണ്ടി കയറിയിട്ടില്ല. സോ കാളവണ്ടിയിലൊന്ന് കയറിയിട്ട് ഇവിടേക്കൊന്ന് ചുറ്റി പ്രദർശനം നടത്താം. റിവേഴ്സ് എടുക്കുക. ഓക്കെ, റെഡ്. പൊങ്കലോ പൊങ്കലോ പൊങ്കൽ പൊങ്കലോ പൊങ്കൽ. മാട്ടുവണ്ടിയുടെ പുറകിൽ കാറിൽ സാറ് വരുന്നുണ്ട്. അപ്പോൾ ജയ് സാർ നമ്മളോടൊപ്പം അടുത്ത റൗണ്ടിൽ ജോയിൻ ചെയ്യും. പിന്നെ വഴി കൂടെ പോകുന്ന ആൾക്കാരൊക്കെ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് ഈ മാട്ടുവണ്ടി യാത്ര. കുറച്ച് പിള്ളേർക്കും ഇതിൽ കയറാൻ ആഗ്രഹം പറഞ്ഞു, അപ്പോൾ നമ്മൾ അവരോടും കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുത്തിട്ട് പൊങ്കലോ പൊങ്കൽ പൊങ്കലോ പൊങ്കൽ. ഷാനി എവിടെ കേറിയിരിക്കുന്നു?
മാട്ടുവണ്ടി കയറിയത് എന്തായാലും ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ റിലേറ്റീവ്സ് ഒക്കെ വന്നു. അപ്പോൾ അങ്ങനെ ബ്ലോഗിൻ്റെ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ മറന്നേ പോയി. ഇങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ കുറച്ച് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം സമയം 7 മണിയായി. സമയം ഒന്നും പോയതേ അറിഞ്ഞിട്ടില്ല. അയ്യോ, അപ്പോൾ എന്തൊക്കെ വീഡിയോ എടുത്തെന്ന് അറിയില്ല. അങ്ങനെ ഇടയിലൊക്കെ എന്തൊക്കെയൊക്കെ എടുത്തായിരുന്നല്ലോ. കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ തന്നെ ഇവിടുത്തെ ഒരു ക്ലബ് ഹൗസ് ഉണ്ട്, ബൊള്ളിനേനി ക്ലബ് ഹൗസ്. അവിടെ കുറച്ച് പൊങ്കൽ സെലിബ്രേഷൻ പരിപാടീസൊക്കെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അപ്പം ഞാനും ബാലയും എന്തായാലും ഇപ്പോൾ ഫ്രീ ആണ് ഇവിടെ. സോ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് അവിടെ പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. ബാലത്തേക്ക് நீங்க போயிட்டு பார்ட்டிசிபேட் பண்ணுங்க பாரு. ഒരാൾ അതിനിടയ്ക്ക് എനിക്കൊരു നോട്ടീസ് തന്നു. അപ്പം എനിക്കെന്തോ ഒരു നൊസ്റ്റാൾജി തോന്നിയിട്ട് ഞാൻ അതുകൊണ്ട് തോണി ഉണ്ടാക്കി. അവിടുത്തെ പരിപാടീസൊക്കെ ഒരുവിധം നന്നായി നടക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കോലങ്ങൾ കാണാൻ വേണ്ടി വന്ന കോലം പോടൽ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ അതിൻ്റെ കലപ്പയേന്തിയ കർഷകനും മാടും പിന്നെ പുറകിലൊരു അമ്പലവും. ഓ, എന്ത് അടിപൊളിയായിട്ട് അത് വരച്ചിട്ടുണ്ടല്ലേ. എന്തായാലും നല്ല കഴിവന്നെ കേട്ടോ. ചെസ് ബോർഡിൻ്റെ ഓരോ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബൊള്ളിനേനിയുടെ ക്ലബ് ഹൗസ്. നമ്മുടെ 2024 ഇവിടെ ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു, നമ്മുടെ ഫ്യൂച്ചർ എ4ൻ്റെ ഗെറ്റ് ടുഗദറൊക്കെ. എല്ലാ കോലവും അടിപൊളിയായിട്ടുണ്ട്. ഇനി അതെടുത്തു. എല്ലാ കോലവും അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ പോയില്ലേ, മറ്റേ വടിവേലുവിൻ്റെ ഫോട്ടോ ഒക്കെ ഉള്ള കട, അത് രാത്രിയാണ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് പോയി വെക്കാം. ഇന്നത്തെ ഡിന്നറ് വടിവേലു കടയിൽ. നമ്മുടെ മലയാളത്തിൽ ഹാസ്യ സാമ്രാട്ട് ജഗതി ശ്രീകുമാറിന് തുല്യമാണ് തമിഴ് പ്രേക്ഷകർക്ക് വടിവേലു. അപ്പോൾ പുള്ളിയുടെ ഒരു ഡൈഹാർഡ് ഫാൻ നടത്തുന്ന ഒരു ചെറിയ കടയാണ് നമ്മുടെ പെരുമ്പാക്കത്ത്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇവിടെ ആക്കാം. അങ്ങനെ നമ്മൾ രാവിലെ വന്ന ആ ഒരു സ്റ്റാളിന് മുന്നിലെത്തി. ഇത് നൈറ്റ് സ്റ്റാളാണ്. അപ്പോൾ ഇവിടെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ തലൈവർ വടിവേലുവിൻ്റെ ഒരു ഡയലോഗ് വെച്ചിട്ടുണ്ട്, തമ്പി ടീ ഇന്നും വരലേ എന്ന് പറഞ്ഞിട്ട് പോക്കിരിയിട്ടുണ്ടല്ലോ, അത് തമ്പി ബിരിയാണി ഇന്നും വരലേ എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. തമ്പി ബിരിയാണി ഇന്നും വരല എല്ലാവർക്കും. ബിരിയാണി വന്നിരിച്ച് മട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ ഇന്നും കൂടി നമുക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റും. ഇനി അങ്ങോട്ട് 3-4 ദിവസം പൊങ്കലായതുകൊണ്ട് നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ബിരിയാണിക്ക് ശേഷം ബീഫിൻ്റെ ഒരു ഡ്രൈ ഐറ്റവും പറഞ്ഞു. അപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. எப்படி இருக்கு வடிவேலு கடை? செம்மையா இருக்குல்ல. பிரியாணிக்கும் பீஃபுக்கும் அப்புறம் டெசர்ட். എവിടെ പോയാലും നമ്മുടെ മലയാളി ചേട്ടന്മാരുടെ ഒരു കട ഉണ്ടാവും. കട മലയാളീസിൻ്റെയാണ്. ഇന്ന് രാവിലെ തുടങ്ങിയ വ്ളോഗാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 1.5 കിലോമീറ്റർ നടത്തം ടുവേർഡ്സ് അവർ റൂം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റീവ് നല്ലൊരു എൻജോയബിൾ ഡേ ആയിരുന്നു. ഇവിടെ എന്തോ ലൈറ്റൊക്കെ ഇട്ടുണ്ട്, കസ്തൂരി ഭവനം എന്താണെന്നറിയില്ല, അപ്പോൾ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. സോ നല്ലൊരു എൻജോയ്മെൻറ്റ് ഡേ ആയിരുന്നു, പൊങ്കൽ സെലിബ്രേഷനും ഒക്കെ ആയിട്ട്. അപ്പോൾ നാളെയാണ് ആക്ച്വലി ശരിക്കുള്ള പൊങ്കൽ. അന്ന് ഞങ്ങൾക്ക് ഓഫാണ്. അമ്പലത്തിൽ പോകാൻ പ്ലാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
നിങ്ങൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ റെഗുലറായിട്ട് ഇനിയും വ്ളോഗുകൾ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ബൈ. വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പൊങ്കൽ നൽവാഴ്ത്തുക്കൾ. ഹാപ്പി പൊങ്കൽ ടു എവ്രി വൺ. നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം.